السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على من اصطفى. أشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الخلود. اللهم رب اشرح لي صدري ويسر لي أمري. اللهم رب اشرح لي صدري ويسر لي أمري. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فقد قال تعالى في محكم تنزيل: قل سيروا في الأرض فانظروا كيف كان عاقبة المكذبين. إذا مات المؤمن انقطع عنه عمله إلا من ثلاثة: أو صدقة جارية أو علم ينتفع به أو ولد صالح يدعو له أو كما قال عليه الصلاة والسلام. പരിശുദ്ധനായ റബ്ബ് തആല നമ്മുടെ ഒരുമിച്ചുകൂടലിനെ നമ്മിൽ നിന്ന് അവൻ സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ച സമസ്തമായ അപരാധങ്ങൾക്ക് അല്ലാഹു അവന്റെ മഹദ് ഫള് കൊണ്ടും ഔദാര്യം കൊണ്ടും അല്ലാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിന്റെ ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വിശിഷ്യ ഇന്നത്തെ ദിവസം മരണപ്പെട്ട പ്രിയപ്പെട്ട ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ വളരെ പരമശ്രദ്ധേയമായ ഒരു സൂറയിൽ നിന്നാണ് നാം പ്രാരംഭം ഓതി വെച്ചത്. ഖുൽ സീറൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രമേയം. വിശുദ്ധമായ ഖുർആൻ നിരന്തരമായി ചരിത്ര കൗതുകങ്ങളോട് വലിയ താല്പര്യപൂർവമാണ് സംവദിച്ചിരിക്കുന്നത്. ഖുർആൻ ധാരാളം ചരിത്രങ്ങളെ പറയുന്നുണ്ട്. ഖുർആനിന്റെ പ്രാരംഭം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ചരിത്ര നിർമ്മിതിയായ ഒരു അധ്യായത്തിലേക്ക്, പ്രഥമ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ ആത്യന്തികം അല്ലാഹു തആല പ്രധാന പരാമർശ വിഷയമാക്കി കൊണ്ടുവരുന്നത് തന്നെ ഒരു ചർച്ചയുടെ ഒരു അതിപ്രധാന വിഷയം തന്നെ ചരിത്രമാണ്. സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിരന്തരമായി അവിടുന്നോട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അല്ലാഹു, നാം അങ്ങക്ക് ചില ചരിത്രങ്ങളെ, ചില വസ്തുതകളെ, ചില പാറ്റേണുകളെ നാം അങ്ങക്ക് വിശദീകരിച്ചു തരാം. ആ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മനുഷ്യന്റെ മനസ്സുകളെ നന്നാക്കാൻ, മനുഷ്യന്റെ അവസ്ഥകൾക്ക് വ്യതിയാനമുണ്ടാക്കാൻ, അതിന് വ്യത്യാസമുണ്ടാക്കാൻ എല്ലാ രൂപത്തിലും സാധിക്കുന്ന ഒരു പ്രഹേളികയുടെ പേരാണ് ചരിത്ര നിർമ്മിതി എന്നുള്ളത്. ചരിത്രം മനുഷ്യനെ കുറെ ആത്മീയമായി മോട്ടിവേഷൻ നൽകും. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. അങ്ങയുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്ന ചില ചരിത്രങ്ങളെ, അതിന്റെ വസ്തുതകളെ നാം അങ്ങക്ക് മുമ്പിൽ വിവരിക്കാം. കദാലിക നുസബ്ബിത ബിഹി ഫുആദക. അതുകൊണ്ട് ഹൃദയങ്ങൾക്ക് സ്വാന്തനമുണ്ടാകും, അതുകൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകും. ഹൃദയങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് അകലുന്ന ഒരു പിതാവാണോ ഏറ്റവും നല്ല മഹിതമായ ചരിത്രമാണ് സൂറത്ത് യൂസുഫ് മുന്നോട്ട് വെക്കുന്നത്. പ്രമേയം സയ്യിദനാ യഅ്ഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. പ്രിയപ്പെട്ട ഒരു പിതാവിന് മകനോടുള്ള താത്വികമായ അവലോകനങ്ങളുടെ അടിയാധാരവും അതിന്റെ ആധാരശിലയും എന്താകണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫിന്റെ പ്രാരംഭ ദശകം മുതൽ അവസാനം വരെ. ഒരു അനുഗ്രഹീതനായ പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ ഉത്ഥാന പതനങ്ങളിലും എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് യൂനുസിലൂടെ. സയ്യിദുനാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്തുനിഷ്ഠമായ ചരിത്രത്തെ
136 പ്രാവശ്യങ്ങളിലധികം വിശുദ്ധ ഖുർആനിന്റെ സംഭാഷണ ഇതിവൃത്തമായി വന്ന സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര നിർമ്മിതിയുടെ കൗതുകങ്ങളെ വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ. വളരെ വാചാലമായി തന്നെ അത് സൂറത്തുൽ ബഖറയിലൂടെ, സൂറത്തുൽ ഖസസിലൂടെ, സൂറത്തുൽ അൻകബൂത്തിലൂടെ ഏറ്റവും പരാജിതരായ ഒരു സമൂഹത്തെ സയ്യിദുനാ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ആ സമുദായത്തോടുണ്ടായ അവരെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നതിലുണ്ടായ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരിൽ നിന്നുണ്ടായ പ്രതിസന്ധികൾ, അദ്ദേഹത്തിന് നൽകപ്പെട്ട ഗർഭവതിയായ ഒട്ടകത്തിന്റെ ആക്രമണ സ്വഭാവമുള്ള ആ നാട്ടുകാർ ചെയ്ത അക്രമത്തെ അക്കമിട്ട് വിവരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ. ഒരു പിതാവിന് മകനോട് നൽകേണ്ട ഏറ്റവും സരളമായ ഉപദേശങ്ങളുടെ ആധാരശിലകളെ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. സയ്യിദുനാ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന അനുഗ്രഹീത ശീർഷകനായ ഉന്നതനായ ഒരു പ്രവാചകവര്യന്റെ ചരിത്രത്തിലൂടെ ഒരു മകനും ഒരു പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണമെന്ന് വിശദീകരിക്കുന്നുണ്ട് സൂറത്തു സാഫാത്തിന്റെ വചനങ്ങളിലൂടെ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സയ്യിദുനാ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ജീവിതത്തിന്റെ നൗകകളിലൂടെ ഇങ്ങനെ വായിച്ചാൽ, ഇങ്ങനെ വിവരിച്ചാൽ തീരാത്ത ഒരു അക്ഷയ കനിയുടെ ഏറ്റവും സുലഭിത മുഹൂർത്ത പാത്രമാണ് വിശുദ്ധ ഖുർആൻ. പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംസാരിച്ചു പോകുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ചരിത്രം എന്ത് സംഭവിച്ചു എന്നുള്ളത്, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അവലോകനങ്ങളുടെ ആകെ തീർപ്പ് ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിൽ നമുക്ക് ലഭ്യമാണ് എന്നതാണ് ഖുർആൻ ഈ വസ്തുത വിഷയമായി ആദ്യം മുതൽ അവസാനം വരെ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത്. നമുക്കൊക്കെ ചരിത്രത്തോടുള്ള ഒരു സമീപനത്തിന്റെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധമായ ആശൂറയുടെ നോമ്പിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു തആല നമ്മുടെ നോമ്പുകളെയൊക്കെ അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു നോമ്പാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതരായ രണ്ട് പേരമക്കൾ സയ്യിദുൽ ഹസൻ വ സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ഇടത്തെ വലത്തെ തുടയിലിരുത്തി ചുംബിച്ചു. ആവോളം ചുംബിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മകളെ ഫാത്തിമ, മക്കളുടെ ശരീരം വിഷം മണക്കുന്നല്ലോ എന്ന് സയ്യിദുനാ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് രണ്ടാമത്തെ മകനെ ചുംബിച്ചിട്ട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മകളെ, ഈ മകന്റെ ശരീരം ശക്തമായ ദംശനം പോലെ തന്നെ ശക്തമായ വാളുകൾക്ക് ഇരയാവുകയും മകൻ ഷഹീദാക്കപ്പെടുകയും ചെയ്യും കർബലയിൽ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്. തിരിച്ചൊരു പ്രഖ്യാപനം അവിടുത്തെ തിരുവചസ്സുകളിൽ നമുക്ക് വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, പ്രിയപ്പെട്ട മകൾ, അങ്ങക്ക് സ്വീകരിക്കപ്പെടുന്ന ദുആ ഉണ്ടല്ലോ, മുഹറമിനെന്നല്ല ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും നമ്മൾ ഓർക്കേണ്ട ഒരു വാചകമാണ്. അങ്ങക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ടല്ലോ, ആ ദുആ എന്റെ പ്രിയപ്പെട്ട പേരമക്കൾക്ക് വേണ്ടി, അങ്ങയുടെ പേരമക്കൾക്ക് വേണ്ടി, എന്റെ കണ്ണിന്റെ കുളിർമയായ സയ്യിദുൽ ഹസനും സയ്യിദുൽ ഹുസൈനും വേണ്ടി നൽകണമെന്ന് പറയുമ്പോ അത് ഞാൻ എന്റെ സമുദായത്തിന് മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. അത്രമേൽ ഔന്നിത്യപരമായി, അത്രമേൽ ഉമ്മത്തിനെ സ്നേഹിക്കുകയും നാളെയുടെ മുഴുവൻ വിയജകങ്ങളിലും ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെയല്ലാത്ത, സ്വന്തം നഫ്സിനെയല്ലാത്ത മറ്റൊന്നിനെയും ചിന്തിക്കാൻ സാധിക്കുമാറുള്ള അവസ്ഥയിൽ പോലും അവിടുന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത മഹത്തുക്കൾ ഇമാം മുസ്ലിം തങ്ങളെ പോലെയുള്ള കിടയറ്റ മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. യാ നഫ്സി, എന്റെ ശരീരം എന്ന് ഓരോ മനുഷ്യനും പറയുമ്പോ എന്റെ ഉമ്മത്തി എന്നുള്ളതാണ് അവിടുത്തെ പ്രമേയമായി വരുന്നത്. അവിടെയാണ് ഓരോ വെള്ളിയാഴ്ചകളും നമ്മൾ ഓർക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റവും പ്രാമുഖ്യമാകണം. സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ഇരിപ്പിലുറങ്ങുന്ന ഭാര്യയെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, പ്രിയപ്പെട്ട പിതാവിനെക്കാളും മാതാവിനെക്കാളും അവിടുന്നോടുള്ള സ്നേഹം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാകുന്നത് വരെ നിങ്ങളിൽ നിന്ന് ആരും തന്നെ
യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്നതാണ് ആ വചനം. നമുക്കൊക്കെ പല സ്നേഹങ്ങൾ ഉണ്ടാകാം, പല ബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ ബന്ധങ്ങളുടെയൊക്കെ ഏറ്റവും മൂർത്തിമദ്ഭാവമായി നിലകൊള്ളേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്തുകൊണ്ടാണ്? നാളെ എന്റെ ഉമ്മത്തിനു വേണ്ടി ഞാൻ വാദിക്കും. ആ വാദിയിൽ എവിടെ? പേരമക്കളെക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിച്ചവർ, അവിടുത്തെ തിരുകുടുംബത്തെക്കാൾ ബാക്കിയാക്കി നമുക്ക് വച്ചവർ, ആ റസൂലുള്ളാഹി തങ്ങളുമായി അവിടുത്തെ പ്രിയപ്പെട്ട പേരമകൻ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ യസീദിന്റെ കിങ്കരന്മാരുടെ വാൾ തലപ്പുകളാൽ തറയിൽ വീഴുകയും ഒരേ സമയം 40 പേരടങ്ങുന്ന അശ്വരൂഢ സൈന്യം 4 ഭാഗത്തു നിന്ന് നിരച്ചു കയറുകയും സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കർബലയുടെ മണ്ണിൽ ഷഹീദാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഫറവന്മാരെ കുറിച്ച് വല്ലാതെ വാചാലമാകുമ്പോ ആ ഛേദിക്കപ്പെട്ട ശിരസ് കൊണ്ടുവന്നിട്ട് ഒരു തളികയിൽ വെക്കുന്നുണ്ട്. യസീദിന്റെ മുമ്പിൽ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു യസീദ്. പക്ഷേ വഴിപിഴച്ചു പോയി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രന്റെ ശിരസ് ഛേദിച്ചു കൊണ്ടുവെക്കുമ്പോ ആ ചുണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവൊരു ചുംബനം നൽകിയ ചുണ്ടുകളാണ്. യസീദെ, നീ മനസ്സിലാക്കിക്കോ, അന്നുണ്ടായിരുന്ന മഹ്മൂദ് എന്നറിയപ്പെടുന്ന ഒരു മഹാൻ സദസ്സിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, നിന്റെ അധികാരവും നിന്റെ അഹങ്കാരവും നിന്റെ അഹന്തയും അവസാനിക്കാൻ നീ പിടിച്ചു കുലുക്കിയ ചുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ തിരുചുണ്ടുകളോട് ചേർന്ന ചുണ്ടുകളാണ്. നിന്റെ അധികാരത്തിന് ഇനി മുന്നോട്ടുള്ള ഗമനങ്ങൾക്കും ഗഗനങ്ങൾക്കും വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ ആ അധികാരം ഇവിടെ അവസാനിക്കുകയാണ്. ചരിത്രം നമുക്ക് കാണാം. അവന്റെ അവസാനം വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തരിപ്പണമാക്കപ്പെടുകയും യസീദ് ആ നാട്ടിൽ കൊല ചെയ്യപ്പെടുകയും ഉണ്ടായി എന്നത് ചരിത്രമാണ്. നമ്മൾ പറഞ്ഞു വന്നതിന്റെ പശ്ചാത്തലം ചരിത്രങ്ങൾ അഹങ്കാരികളെ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വച്ഛാധിപതിയായ വലഖദ് ആതൈനാ മൂസൽ കിതാബ് വഅൗറസ്നാ ബനീ ഇസ്രായീൽ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു അഹങ്കാരിയായ, ഒരു സ്വേച്ഛാധിപതിയായ ആ അഹങ്കാരിയുടെ അവസാനത്തെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഏതെല്ലാം സ്വേച്ഛാധിപതികൾ. ലോകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പല അഹങ്കാരികളും ഞാനാണ് എല്ലാം, ഞാനല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് ചിന്തിച്ച് അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈ നാടിന്റെ രക്ഷിതാവെന്നല്ല ഈ ലോകത്തിന്റെ രക്ഷിതാവെന്ന് വായിച്ച കുതുബ് നസർ എന്നറിയപ്പെടുന്ന ഒരു അഹങ്കാരിയായ, ഒരു ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയായ ഒരു ഭരണാധികാരി, അയാളെയും നശിപ്പിക്കപ്പെട്ടു. പ്രസിദ്ധനായ സീസറും പ്രസിദ്ധനായ ഹോമറും പ്രസിദ്ധമർത്യ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി. കാലചക്ര വിഭ്രമത്തിലെങ്കിനി നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിലെന്ന കുമാരനാശാൻ എന്ന അനുഗ്രഹീത കേരളത്തിന്റെ സമശീർഷകനായ കവി കുമാരനാശനെ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകുന്നുണ്ട്. അഹങ്കാരികളൊക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏറ്റവും വലിയ അഹങ്കാരിയായി പരിചയപ്പെടുത്തുന്ന റാംസസ് രണ്ടാമൻ എന്ന ഫിർഔനിന്റെ പതനം, ഹിറ്റ്ലറിന്റെ, മുസോളിനിയുടെ മെയിൻ കാഫ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഹിറ്റ്ലർ തന്റെ അവസാനത്തെ ആത്മകഥയിൽ, ഇല്ല ഇനി മുന്നോട്ട് എനിക്ക് ചലിക്കാൻ സാധിക്കുന്ന ഒരു സാധ്യതകളെ ഇല്ലായ്മയെ ഞാൻ മുന്നിൽ കാണുന്നു. എന്നാൽ കഴിയുന്ന അത്രയും ക്രൂരത ഭൂമി ലോകത്ത് വരുത്തി വെച്ചിട്ടാണ് ഞാൻ മടങ്ങുന്നത് എന്ന് ഹിറ്റ്ലർ തന്റെ മെയിൻ കാഫ് എഴുതി അവസാനിപ്പിക്കുമ്പോ അയാൾ പറയുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് ഇനി ഒരു നാളുകൾ ഉണ്ടാകില്ല എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇങ്ങനെ എത്ര അഹങ്കാരികൾ, എത്ര സ്വേച്ഛാധിപതികൾ മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ഈ ഭൂമിയിൽ ഇല്ലാതായിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ഒരു കവി മാത്രമല്ല, പ്രസിദ്ധരായ പല കവികളും എഴുതുന്നുണ്ട്. ഇൻ ദ റൈറ്റ് ഓഫ്, എന്റെ കുറെ റൈറ്റുകളെ ഞാൻ വിശദീകരിക്കാം ജനങ്ങൾക്ക് മുമ്പിൽ എന്ന സ്വാമി വിവേകാനന്ദനെ വായിക്കുമ്പോ, സ്വാമി യശോദബാലിനെ വായിക്കുമ്പോ പലയിടത്തും അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലങ്ങളിലും ഞങ്ങളുടെ പഠനങ്ങളിലും ഞങ്ങളുടെ ചിന്തകളിലും ധാരാളമായി വിവരങ്ങളെ പഠിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളോട് സംവദിക്കുകയും ചെയ്തവരാണ്.
പറയുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ ആ സംവാദങ്ങളിൽ മുഴുവൻ, ഞങ്ങളുടെ ആ പരാമർശങ്ങളിൽ മുഴുവൻ ഞങ്ങൾ അവസാനം ചെന്നെത്തിയത് അഹങ്കാരികൾക്ക് പതനമുണ്ട് എന്ന വാക്യത്തിലാണ്. അഹങ്കാരികൾക്ക് ഒരു പതനമുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീർക്കാനും തങ്ങളെ ഇല്ലായ്മ ചെയ്യാനും തങ്ങൾക്കെതിരെ നിലകൊണ്ട അബൂജഹലിന്റെ അന്ത്യം. അവസാനമായി അബൂജഹലിന്റെ തല വെട്ടുന്നത് സയ്യിദുനാ മുആദ് തങ്ങളാണ്. മുആദ് തങ്ങൾ വെട്ടുമ്പോൾ അവന്റെ ഒരു വാക്കുണ്ട്, ഫിർഔനു മിൻ മക്ക, മക്കയിലെ ഏറ്റവും വലിയ ഫിർഔനായി അഹങ്കാരിയായിരുന്നവൻ പറയുന്നുണ്ട്, കുറച്ച് കയറ്റി വെച്ചിട്ട് തല വെട്ടുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടൊന്ന് ഭയപ്പെടട്ടെ എന്ന് പറയുന്ന അവസാന വാചകത്തിൽ പോലും അഹങ്കാരം വിടാത്ത ഒരു അഹങ്കാരി, അവസാന വാചകത്തിൽ പോലും തന്റെ അശ്വരുടെ സൈന്യത്തിനു മുമ്പിൽ താൻ എല്ലാമാണ് എന്ന് വിചാരിച്ചു നിന്ന അബൂജഹലിന്റെ പതനം നമ്മളെ പഠിപ്പിക്കുന്നത്, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതനം കാണാൻ വേണ്ടി കാതോർത്തുകൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിൽ ചിന്തയോടെ നടക്കാത്ത ഒരു ദിവസവും ഉണ്ടായിരുന്നില്ല എന്ന് അബൂജഹലിനെ നാം വായിക്കുമ്പോഴും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70-ൽ പരം തവണ ഇതേ അബൂജഹലിനെ കാണാൻ അവന്റെ വീട്ടുപടിക്കലെത്തിയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അനുഗ്രഹീത വാക്യം പറയുക, അബൂജഹൽ നിങ്ങൾ വിജയിക്കും എന്നാണത്. എല്ലാ അഹങ്കാരികളോടും എല്ലാ സ്വേച്ഛാധിപതികളോടും ഇസ്ലാമിനുള്ള ഒരു നയനിലപാടുണ്ട്. അത് ചരിത്രത്തിന്റെ നിലപാടാണ്. ആ നിലപാടിൽ മിസ്രിന്റെയും ഈജിപ്തിന്റെയും സിറിയയുടെയും ലെബനോനിന്റെയും ഇറാഖിന്റെയും ഇറാനിന്റെയും പശ്ചിമേഷ്യയുടെ മുഴുവൻ രാജ്യങ്ങളിലും അലയടിക്കുന്ന മുല്ലപ്പൂ വിപ്ലവം ലോകത്ത് തീർത്ത ഒരു സമശീർഷകത്തിന്റെ ചാലകത്തിൽ നമുക്ക് വായിച്ചാൽ അത് വ്യക്തമാകും. എല്ലാ അഹങ്കാരികൾക്കും ഒരു പതനമുണ്ട്. സമകാലീന ഇന്ത്യയിൽ, സമകാലീന ലോകത്തിന്റെ അന്തരങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ബോധ്യമാകുന്ന ഒരു വായനയാണ്. എല്ലാ അഹങ്കാരികളുടെയും പതനത്തെ കണ്ടിട്ടേ ഈ ലോകം മുന്നോട്ട് ചലിച്ചിട്ടുള്ളൂ. ഏതെല്ലാം അഹങ്കാരികൾ അവരുടെ പതനങ്ങളെ നമുക്ക് കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതായിരുന്നാലും റബ്ബ് തആല അവനെ നമ്മളിലേക്ക് വിളിക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം സുഖ സൗകര്യാദികളിൽ, ഏതെല്ലാം അവസ്ഥകളിൽ നമ്മൾ ജീവിച്ചാലും നമ്മൾ ഒരു ദിവസം മരണപ്പെടേണ്ടി വരും. നമ്മൾ ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാകേണ്ടുന്ന ദിവസം വരും. അതിനെ അമൽ ചെയ്യാനുള്ള ഒരവസരമാണ് യൗമുൽ താസ്വായിലൂടെ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ രക്ഷപ്പെടുത്തി ജൂദി പർവ്വതത്തിൽ നങ്കൂരമിടുമ്പോഴും സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അല്ലാഹു തആല രക്ഷിക്കുമ്പോഴും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബയെ റബ്ബ് സ്വീകരിക്കുമ്പോഴും മൂസാ കലീമുല്ലാഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തുമ്പോഴും സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തുമ്പോഴും വിശ്വാസികളോട് പറയുന്ന ഒരു വാക്കാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയ വിഷയമായി നമ്മൾ കൊണ്ടുവന്നത്. തീർച്ചയായും ഭയപ്പെടേണ്ട, ഇന്ന മഅൽ ഉസ്രി യുസ്ര, ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്, വ്യസനിക്കരുത്, വേദനിക്കരുത്, വേദനിക്കരുത്. തീർച്ചയായും അല്ലാഹു തആലയുടെ സഹായം, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. പക്ഷേ അതിന് ചില ക്വാളിറ്റികൾ നമുക്കുണ്ടാകണം. ഒന്ന്, നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം. യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം. ഖൽബ് കൊണ്ട് റബ്ബിനോട് നമുക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാകണം. നമസ്കാരങ്ങൾ സൂക്ഷിക്കുന്ന വിഷയം, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന വിഷയം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന അനുഗ്രഹീത വാക്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിഷയം, അല്ലാഹു തആലയുടെ അനുഗ്രഹീതമായ കലാമിനെ പാരായണം ചെയ്യുന്ന വിഷയം, ഇങ്ങനെ തുടങ്ങി നമ്മളുടെ ജീവിതങ്ങളിൽ മാറ്റം വന്നാൽ ഈ ചരിത്രങ്ങൾ മുഴുവൻ നമ്മളോട് പറയുന്നത് നമുക്ക് പ്രയാസമാകുന്ന മുഴുവൻ അവസ്ഥകളും മാറ്റിമറിക്കാൻ കഴിവുള്ള, ഏതൊരു ഉത്ബത്തിനെയും ശൈബത്തിനെയും ലോകത്തെ അഹങ്കാരികളെയും ഇല്ലാതാക്കിയ അതേ റബ്ബ്, അതേ അർശുൽ അലീമിൽ, അതേ സിംഹാസനത്തോടെ, അതേ ആകാരത്തോടെ, അതേ അധികാരത്തോടെ ആ സിംഹാസനത്തിൽ ഇന്നും ഉപവിഷ്ടനാണ്. അല്ലാഹു അഅലം ബിസ്സവാബിഹി. അല്ലാഹു തആല അതേ അവസ്ഥയിലുണ്ട്. ചോദിച്ചു മേടിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇനിയും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിമാരിവിടെ ജനിക്കും. ഖുദ്സ് മോചകമാക്കപ്പെടും. ഇതൊക്കെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ മുൻഗാമികൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന വസ്തുതകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, ഈ ചരിത്രങ്ങളിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നടത്താൻ, അതിലൂടെ ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകാൻ, അമൽ സാലിഹാത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സജീവമാക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ
എല്ലാവിധ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ